ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോഡി മദ്രസയുടെയും കീഴിലുള്ള 5ാം ക്ലാസ്സിൻ്റെ തജ്വീദുൽ ഖുർആനിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരി അടയാളപ്പെടുത്താനാണ്. ഹുറൂഫുൽ മുഖത്ത എത്ര ഹർഫുകളാണ് എന്നാണ്. എത്ര ഹർഫുകളാണ് ഹുറൂഫുൽ മുഖത്താക്ക്? 14 ഹർഫുകളാണ്. ഹുറൂഫുൽ മുഖത്താക്ക് 14 ഹർഫുകളാണ്. അത് 29 സൂറത്തുകളിലായിട്ടാണ് വന്നത്. അടുത്തത് എന്താണ്? താ മർബൂത്ത. ഇവിടെ 3 താകൾ തന്നിട്ടുണ്ട്. ഒന്ന് ഹ ആണ്, ഒന്ന് ഹാ താ, ഒന്ന് ബാ താ. അപ്പം അതിൽ ഹാ താ ആണ്. ഹ പോലിടുന്ന താ ആണ് താ മർബൂത്ത. അതിന് ഹാ ഉ തഅനീസ് എന്ന് പേരുണ്ട്. അടുത്തത് ഹുറൂഫു സക്കത്തയുടെ അടയാളം സീനാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്താം. അടുത്തത് എന്താണ്? ഹിജായിയായ അക്ഷരങ്ങൾ 29 അറബി അക്ഷരങ്ങൾക്ക് ഹിജായിയായ അക്ഷരങ്ങൾ എന്ന് പറയും. അത് 29. അടുത്തത് നാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായി പുറപ്പെടുന്ന അക്ഷരങ്ങൾ. അക്ഷരങ്ങളാണ് ലാമ്, കാഫ്. ഐനും ഹഉം അംസയും ഹാവും ഒക്കെ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന 18 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണ് ലാമും കാഫും. ഇതുപോലെ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമായിട്ട് നമുക്ക് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ചോദിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി എന്താണ്? ചേരുംപടി ചേർത്ത് കൊടുക്കാനാണ്. നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും. അവിടുന്ന് പുറപ്പെടുന്ന അക്ഷരം ഏതാണ് എന്നാണ്. അത് ഖാഫാണ്. നാവിൻ്റെ മുരടും മേലെ അണ്ണാക്കും ഖാഫാണ്. അടുത്തത് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ ഊനും. നൂനാണ് അതിൻ്റെ മഹ്റജാണ്. പിന്നെ നാവിൻ്റെ മധ്യവും അണ്ണാക്കും. 3 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീമ്, ഷീന്, യാ. അപ്പോൾ അത് നമുക്കവിടെ നേരെ എഴുതി കൊടുക്കാം. പിന്നെന്താണ്? നാവിൻ്റെ തലയുടെ അരുവും മേലെ മുൻപല്ലുകളുടെ ഊനും. ലാമാണ്. നാവിൻ്റെ തലയുടെ അരുവും മേലെ മുൻപല്ലിൻ്റെ ഊനും ലാമാണ്. ലാമിൻ്റെ മഹ്റജാണിത്. അടുത്തതാ നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളും. അണപ്പല്ലുകളാണ് ലോദിൻ്റെ മഹ്റജാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കി അക്ഷരങ്ങൾ റാ ഒക്കെ വരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. 8ാമത്തെ പാഠങ്ങൾ വരെയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാനാണ്. വിട്ട ഭാഗം പൂരിപ്പിച്ചു കൊടുക്കണം. മഹ്റജുകൾ മാറിയാൽ ഡേഷ് തന്നെ മാറുകയും അർത്ഥവും ആശയവും വ്യത്യാസപ്പെടുകയും ചെയ്യും. എന്താണ് മഹ്റജുകൾ മാറിയാൽ? അക്ഷരങ്ങൾ തന്നെ മാറുകയും അർത്ഥവും ആശയവും വ്യത്യാസപ്പെടുകയും ചെയ്യും. മഹ്റജുകൾ മാറിയാൽ അക്ഷരങ്ങൾ തന്നെ മാറുകയും അർത്ഥവും ആശയവും വ്യത്യാസപ്പെടുകയും ചെയ്യും. അടുത്തതെന്താണ്? ഫതഹ തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും ഡേഷ് മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. എന്താണ്? അസ്ലിയായ മദ്. ഫതഹ തൻവീൻ വരുന്ന എല്ലാ പദങ്ങളിലും അസ്ലിയായ മദ് നൽകിയാണ് വഖഫ് ചെയ്യേണ്ടത്. അടുത്തത് താഉകൾ ഡേഷ് വിധമുണ്ട്. എന്താണ്? 2 വിധമുണ്ട്. താഉകൾ 2 വിധം. താ മർബൂത്ത, താ മജ്റൂറ. പിന്നെന്താണ്? മനുഷ്യരോടുള്ള അല്ലാഹു തആലയുടെ കൽപ്പനകളും ഡേഷുമാണ് ഖുർആൻ. എന്തൊക്കെയാണ്? അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ്. മനുഷ്യരായ നമ്മോടുള്ള അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ. മനസ്സിലാക്കുക. പിന്നെന്താണ്? നാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായിട്ട് ഡേഷ് അക്ഷരങ്ങൾ പുറപ്പെടുന്നു. നാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്രയാണ്? 18 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. നാവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായിട്ട് 18 അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. താ മർബൂത്തയുടെ മറ്റൊരു പേരാണ് ഹ ഉ തഅനീസ്. അടുത്തത്
ഹൽക്കിൻ്റെ താഴേ അറ്റത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ, താഴേ അറ്റത്ത് നിന്ന് വരുന്നതാണ് അംസ ഹ. അംസ ഹ, താഴെ അറ്റത്ത് നിന്ന് അംസ ഹ, മധ്യത്തു നിന്ന് ഐന് ഹ, മേലെ അറ്റത്ത് നിന്ന് ഐന് ഹ. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. അംസ ഹ, ഐന് ഹ, ഐന് ഹ, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ താഴെ, മദ്യം, മേലെ, ആ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും. അടുത്ത എന്താണ്? ഹിജായിയായ അക്ഷരങ്ങൾക്ക് എത്ര മഹ്റജുകളാണുള്ളത്? ഹിജായിയായ അക്ഷരങ്ങൾക്ക് 17 മഹ്റജുകളാണുള്ളത്. ഹിജായിയായ 29 അക്ഷരങ്ങളുണ്ട്, അതിന് 17 മഹ്റജുകളാണുള്ളത്. അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മഹ്റജുകൾ ഇല്ലാത്തതിന് കാരണം എന്ത്? ചോദ്യം വരാറുണ്ട്. എന്താണ്? ഒരേ മഹ്റജിൽ നിന്ന് തന്നെ ഒന്നിലധികം അക്ഷരങ്ങൾ പുറപ്പെടുന്നത് കൊണ്ടാണ് അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് മഹ്റജ് ഇല്ലാത്തത്. മനസ്സിലാക്കി പഠിക്കട്ടോ. അടുത്തെന്താണ്? ഹൽക്ക് എന്നാൽ എന്ത്? ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട, തൊണ്ടയാണ്. ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട. അപ്പോൾ മഹ്റജുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൽക്ക്, ലിസാന്, ഷഫത്താനി, ജൗഫ്, ഹൈഷു, അങ്ങനെ അക്ഷരങ്ങൾ പുറപ്പെടുന്ന മഹ്റജുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് 10ാമത്തെ പാഠത്തിലാണ് ബാക്കി ഭാഗങ്ങൾ. അപ്പോൾ ഹൽക്കിൻ്റെ തൊണ്ടയുടെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. അടുത്തത് എന്താണ്? താ ഉ മജ്റൂറ എഴുതുക. താ ഉ മജ്റൂറ, അതായത് ബാ ഇട്ടിട്ടുള്ള താ, 2 പുള്ളി ഇടുന്നത് തന്നെയാണ് താ ഉ മജ്റൂറ എന്ന് പറയുന്നത്. ഹാ ഇട്ടിട്ട് മുകളിൽ 2 പുള്ളി ഇടുന്നതാണ് താ ഉ മർബൂത്ത എന്ന് പറയുന്നത്. അടുത്തത് ഇനി ഉത്തരം എഴുതാനാണ്. എന്താണ്? സാവധാനം ഖുർആൻ ഓതുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്ത്? എന്താ പറഞ്ഞത്? നമ്മളെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ തന്നെ എന്താ വന്നത്? ഖുർആനിൻ്റെ കൂട്ടുകാരനോട് പറയും, ഓതു, കയറിക്കൊണ്ടിരിക്കൂ, ഇഹലോകത്ത് വെച്ച് നീ ഖുർആൻ സാവധാനം ഓതുന്നത് പോലെ ഓതു, നിന്റെ സ്വർഗീയ ഭവനം നീ അവസാനം ഓതുന്ന ആയത്ത് തീരുന്നിടത്താണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി എന്താണ്? ഖുർആൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെ? ഖുർആൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അല്ലാഹു തആലയുടെ വിശുദ്ധ കലാമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ശേഷം സജ്ജരിതരായ സഹാബത്ത്, താബിഊകൾ, ഇമാമുകൾ തുടങ്ങി ഗുരുപരമ്പരയിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. ഓക്കെ. അടുത്തത് ഹുറൂഫുൽ മുഖത്ത എന്നാൽ എന്ത്? എന്താണ് ഹുറൂഫുൽ മുഖത്ത? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ തുടക്കത്തിൽ പേര് വായിക്കപ്പെടുന്ന ഹർഫുകൾക്കാണ് ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുന്നത്. അടുത്തത് മർബൂത്ത ആയ തായിൽ വഖഫ് ചെയ്യേണ്ടത് എങ്ങനെ? മർബൂത്തായ തായിൽ വഖഫ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഹ ആയിട്ടാണ്. താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടാണ് വഖഫ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ എന്താണ്? താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാലോ, ഈ ഹ ഇമേൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇന് പകരം അലിഫ് വരികയോ ചെയ്യരുത്. ഇനി താ മർബൂത്തയിൽ വഖഫ് ചെയ്യാതെ ചേർത്തി ഓതുകയാണെങ്കിലോ, ഈ താഇന്മേൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇൻ്റെ മഹ്റജിൽ നിന്ന് തന്നെ വായിക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എത്രയാണ് ഈ ചോദ്യ പേപ്പറിലുള്ളത്? ഇനി ഓരോ പാഠഭാഗത്തുനിന്നും നമുക്ക് 5 വരി കുറയാതൊക്കെ എന്തൊക്കെ പഠിക്കണം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യപേപ്പറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് വീണ്ടും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.